നോക്കണേ. ദാമോദര മേനോൻ സതീശൻ മൂരിബുദ്ധികളായിട്ടുള്ള മൗദൂദികളെയും കൂട്ടുപിടിച്ച് എത്ര വിദഗ്ധമായിട്ടാണ് സംഘപരിവാറിന് കേരളത്തിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ചതെന്നും തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ എന്താണോ സംഘപരിവാർ സുവേന്ദു അധികാരിയെ മുൻനിർത്തി നടത്തിയ അതേ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് കേരളത്തിൽ സതീശ മേനോനെയും മുൻനിർത്തി അവർ വിദഗ്ധമായി കളിച്ചു എന്ന് കൃത്യമായി തെളിയുകയാണ്. ബംഗാളിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ കേരളത്തിലും ആവർത്തിക്കപ്പെടുന്നു. ബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന വ്യക്തി ചീഫ് സെക്രട്ടറി ആയെങ്കിൽ ഇങ്ങ് കേരളത്തിൽ ഇലക്ഷൻ നിയന്ത്രിച്ചിരുന്ന രത്തൻ കേൽക്കർ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതായത് സതീശൻ ഇനി എന്ത് ചെയ്യണം അത് തീരുമാനിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് സാമ്യമായി തോന്നുന്നുണ്ടെങ്കിൽ അതൊട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. രാജ്യത്ത് സംഘപരിവാറിനെതിരായ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ അവർ വിദഗ്ധമായിട്ട് അവരിലേക്ക് ചായ്വുള്ളവരെ കണ്ടെത്തി ഒരു ഓപ്പറേഷൻ നടത്തി. അതിന് ഉപയോഗപ്പെടുത്തിയത് സതീശന്റെ ഗോൾവാൾക്കർ ചിത്രത്തിന് മുന്നിൽ കുനിയാനുള്ള മനോഭാവവും ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അപ്പോസ്തലനാണെന്ന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള വാക് സാമർഥ്യവും അഭിനയ മികവുമാണ് സംഘപരിവാറിനെ കൂടുതൽ ഇഷ്ടക്കാരനാക്കി മാറ്റിയത്. നേരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേ ഭാരതം അതേപടി ആ ചടങ്ങിൽ പരിപൂർണമായി പാടുന്നു. പാടിക്കഴിഞ്ഞതിന് ശേഷം RSSന്റെ ഓർഗനൈസർ അതിന് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് നന്ദി അറിയിക്കുന്നു, അഭിനന്ദിക്കുന്നു തുടങ്ങി ഏറ്റവും ഒടുവിൽ അവർ വിചാരിക്കും പോലെ കേരളത്തിന്റെ ഭരണം അവരുടെ കാൽക്കീഴിലേക്ക് എത്തുന്ന തരത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് രത്തൻ കേൽക്കറെ നിയമിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശമായിട്ടായിരിക്കണം ഈ തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും അതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും കേരളത്തിലാകമാനം UDF തരംഗം അലയടിച്ചപ്പോഴും 3 മാത്രം BJP തരംഗം ഉണ്ടായതിന്റെ സവിശേഷത എന്താണെന്നൊക്കെ ഇപ്പോ ചിലർക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് സർവേകളിലും ദീദി അട്ടിമറിക്കപ്പെടുമെന്നുള്ള വിലയിരുത്തൽ വന്നില്ല. പക്ഷേ അട്ടിമറിക്കപ്പെട്ടു. കേരളത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് പറഞ്ഞതിന് ശേഷം സതീശൻ പറഞ്ഞതുപോലെയുള്ള ട്രെൻഡ് ഉണ്ടായി. ആ ട്രെൻഡ് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിരുന്ന വ്യക്തി അയാളും സതീശനുമായിട്ടൊക്കെ എന്തോ ഒരു പാലം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ? ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി EVM അട്ടിമറി ഉൾപ്പെടെയുള്ള സാധ്യതകൾ സംശയിക്കപ്പെടേണ്ടത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും ചേർന്ന് വരാൻ കാരണം സംഘപരിവാർ ഈ മണ്ഡലങ്ങളിലെല്ലാം നടത്തിയിരിക്കുന്ന നീക്കുപോക്കുകൾ, ആ നീക്കുപോക്കിനെ അടിസ്ഥാനപ്പെടുത്തി റിസൾട്ട് വരുമെന്നും അതിനെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായ അഭിപ്രായ പ്രകടനം നടത്തി. അതും പോരാഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അങ്ങ് മംഗലാപുരത്ത് അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള NDA MP വീട്ടിൽ മോദിയുടെ ചിത്രത്തിന് താഴെ ഇരുന്ന് അദ്ദേഹം നടത്തിയ ആ ഡീലുകളുടെ ഭാഗമായിട്ട് തുറമുഖ വകുപ്പ് പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന വ്യക്തി ഇന്നലകളിൽ സംഘപരിവാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ തന്നെയായി മാറുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ ആലോചിച്ചാൽ ബോധ്യപ്പെടും. ഇതെല്ലാം സ്വാഭാവികമായി നടന്നു പോയതല്ല. പലതും ഒരു ഭരണം പിടിക്കാനായിട്ട് സംഘപരിവാറിന് കേരളത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരു വ്യക്തിയെ അവർ മറയാക്കി. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. RSS ശാഖയ്ക്കുള്ളിൽ പോയി ഗോൾവാൾക്കർ ജന്മദിനത്തിൽ അവരുടെ ഭാരതാംബയ്ക്ക് മുന്നിലും ഗോൾവാൾക്കറിന് മുന്നിലും വിളക്ക് കത്തിച്ച് തൊഴുതിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കാലത്തും ആ ആശയത്തെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ കഴിയില്ല എന്ന ഉത്തമ വിശ്വാസം കേന്ദ്രന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് സതീശ മേനോൻ തന്നെയാണ് കേരളത്തിലേക്ക് അവർക്ക് കടന്നു വരാനുള്ള പാലമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിജയം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലൂടെ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള സംഘിവൽക്കരണത്തിന്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കൽ കൂടിയാണ് ആ നിയമനമെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും.